ഹലോ, ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയാലോ. ചൂടായ പാനിൽ 4 സ്പൂൺ പഞ്ചസാര ഇട്ട് അതേ അളവിൽ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. തീ നല്ല സിമ്മിലാക്കി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്, അതുപോലെ ക്രിസ്റ്റലായി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ കാരമലൈസ് ചെയ്യാൻ വെച്ചിരുന്നത് ഫ്ലോപ്പായി പോയിട്ടോ. ഇത് ഞാൻ രണ്ടാമത് ചെയ്ത് വന്നതാണ് കേട്ടോ. നമ്മളെപ്പോഴും കാരമലൈസ് ചെയ്യാൻ നേരത്ത് തീ ഒരിക്കലും കൂട്ടിയിടരുത് കേട്ടോ. അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലെ വെള്ളം വറ്റി ഷുഗർ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റലായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഷുഗർ നല്ല ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും ഒരു കേക്ക് ട്രേയിൽ ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ച് വെക്കണം കേട്ടോ. ശേഷം ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. വാനില എസൻസ് ഉള്ളവർ അതൊഴിച്ചാലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏലക്കാപ്പൊടി ചേർക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ, അതും നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിന്. ശേഷം നന്നായിട്ട് സ്പൂണിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ പാലൊഴിച്ച് അത് നന്നായി തിളയ്ക്കാൻ വെക്കുക. പാല് നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി പാലൊന്ന് ചൂടാറാൻ വെക്കുക കേട്ടോ. ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് എടുത്ത് പാലിൽ ഒഴിക്കരുത് കേട്ടോ. ഒരു ഇളം ചൂടാകുമ്പോൾ നമ്മുടെ ഈ എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പാലൊഴിച്ചതിന് ശേഷം അതിൽ 3 or 4 ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കാരമൽ ഒഴിച്ച് വെച്ച കേക്ക് ട്രേയിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ബാറ്റർ അതിൽ വെച്ച് അരിച്ചെടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അത് കാരമലായ ഉടനെ തന്നെ കേക്ക് ട്രേയിലോ എന്തെങ്കിലും ഒഴിച്ച് പെട്ടെന്ന് തന്നെ ചുറ്റിച്ച് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഈ കാരമൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഈ വെള്ളം ചൂടായി വരുമ്പോൾ അതിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബാറ്റർ വെച്ച് അടച്ച് ആവിയിൽ ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. ചിലപ്പോൾ 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 45 മിനിറ്റൊക്കെ ആവാറുണ്ട് കേട്ടോ. പുഡിങ് റെഡിയായോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഫോർക്ക് ഇട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇട്ടോ ഒന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഫോർക്ക് ക്ലീനായി വരികയാണെങ്കിൽ നമ്മുടെ പുഡിങ് റെഡിയായിട്ടോ. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെ ചൂടുന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് കാരമൽ പുഡിങ് റെഡിയായിട്ടോ. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ.